എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ 8ാമത്തെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായും ട്രൈ ചെയ്യണം. ഇതുവരെ ആരും ചെയ്യാത്ത ഒരു റെസിപ്പിയാണ്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. എന്നാൽ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഞാനൊരു 4 ഇഡ്ഡലി എടുത്തിട്ടുണ്ട് കേട്ടോ. 4 ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇത് നമുക്കൊന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ മുറിച്ചെടുത്തോളൂ. ഈ ഒരു റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല കേട്ടോ, ഈവനിങ്ങിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഒരൊറ്റ ഒരെണ്ണം നമ്മൾ കൊടുത്താൽ മതി. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ഇതുവരെ ഇതാരും തയ്യാറാക്കിയിട്ടില്ല. നിങ്ങൾ തീർച്ചയായും തയ്യാറാക്കി നോക്കിക്കോളൂ. എനിക്കിഷ്ടമായി കേട്ടോ. ഞാൻ ഇഡ്ഡലിയെല്ലാം മുറിച്ചൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇഡ്ഡലി ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഞാൻ ഷാഡോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡീപ് ഫ്രൈ വേണമെങ്കിൽ ചെയ്യാം. ഒരുപാട് എണ്ണ ഒഴിച്ച് നമ്മൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഷാഡോ ഫ്രൈ ചെയ്യുന്ന, അല്ലെങ്കിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് ചെയ്തെടുക്കുന്നതായാലും മതി. ഞാൻ ഇഡ്ഡലിയെല്ലാം വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്തേക്ക് വേറൊരു പാത്രം വെച്ച് കൊടുത്തു. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ വെളുത്ത എള്ളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 2 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഒരുപാട് ഇട്ട് വഴച്ചെടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും. മുളക് പൊടി, ടൊമാറ്റോ സോസ് ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിനകത്തേക്ക് ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഇഡ്ഡലി തയ്യാറാക്കിയപ്പോൾ ഉപ്പ് ചേർത്താണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലിയും കൂടി ഇട്ട് നല്ലതായി യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന ഇഡ്ഡലി കൊണ്ട് 4 മണിക്കൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. രാവിലെയും തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്തായിട്ട് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന പൊട്ടറ്റോ ഉടച്ചതാണ്. അതിനായിട്ട് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ 2 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴച്ചെടുക്കാം. വെളുത്തുള്ളിയുടെ കളർ ഒന്ന് മാറി വരുന്ന സമയത്താണ് ബാക്കി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് കുറച്ച് മാത്രം ഉപ്പിട്ട് വേവിച്ച് നന്നായി ഉടച്ചെടുത്തിട്ട് വേണേ, ഒട്ടും കട്ടയില്ലാതെ തന്നെ ഉടച്ചെടുക്കുക. അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്കൊരു 1/4 കപ്പ് ഫ്രഷ് ക്രീം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീമൊക്കെ എന്തുമാത്രം വേണം, അല്ലെങ്കിൽ പൊട്ടറ്റോ എങ്ങനെ കുറച്ച് ലൂസായിട്ടിരിക്കണോ കുറച്ച് കട്ടിയായിട്ടിരിക്കണോ അതിനനുസരിച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുക്കിംഗ് ക്രീം എന്നൊക്കെ പറഞ്ഞ് കടയിൽ മേടിക്കാൻ കിട്ടുന്നതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയും ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. കേട്ടോ, ഈ ഒരു കോമ്പിനേഷൻ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ 2 എണ്ണം കാണിച്ചിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന 2 കോമ്പിനേഷനാണ്. ഈ ഇഡ്ഡലിയുടെ കൂടെ ആ പൊട്ടറ്റോയും കൂടെ ചേർത്തൊന്ന് കഴിച്ച് നോക്കിയാൽ വളരെ ഹെൽത്തിയാണ്. ഇനി ഞാൻ അടുപ്പത്തേക്കൊരു പാൻ വെച്ചു. തീ ഓൺ ആക്കിയിട്ടില്ല ഇതുവരെ. ഇതിലേക്ക് ഞാൻ മൊസല്ല ചീസ് ആയിട്ട് കൊടുക്കുന്നത്. വട്ടത്തിൽ മൊസല്ല ചീസ് ഇങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ തീ ഓൺ ആക്കാവൂ. എന്നിട്ട് തീ ഒരുപാട് കൂട്ടിയിടരുത്. ചെറു തീയിൽ മാത്രമേ വയ്ക്കാവൂ, അല്ലെങ്കിൽ ചീസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. കണ്ടോ, ഇപ്പം ചീസെല്ലാം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറക്റ്റ് റൗണ്ടിൽ എടുക്കണമെങ്കിൽ തയ്യാറാക്കി എടുക്കാം. ചീസ് നമുക്ക് നോക്കാമെങ്കിൽ ഒന്ന് തയ്യാറായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും, സോസിന് പകരം ഞാൻ തേച്ച് കൊടുത്തിരിക്കുന്നത് പൊട്ടറ്റോ ആണ്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലിയും കൂടെ വെച്ച് കൊടുത്തു. എന്നിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. കണ്ടോ, ഈ ഒരു മുരിഞ്ഞ സ്റ്റേജ് ആകുമ്പോൾ മാത്രമേ ഈ ഒരു പൊട്ടറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാവേ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ്മ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും തയ്യാറാക്കി നോക്കണം. ഇതിനെന്താ പേരിടേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു പരീക്ഷണം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ഇത് നിങ്ങൾ തയ്യാറാക്കി നോർത്തോളൂ. വൈറലാകാൻ ചാൻസ് ഉള്ള ഒരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായും തയ്യാറാക്കി നോക്കി ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.